ഇപ്പോൾ നമുക്കിപ്പം പിയാ സുനിൽ കൂടി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. പിയാ സുനിൽ, ഗുഡ് ഈവനിങ്. പിയാ സുനിൽ, ഒരു പകൽ മുഴുവൻ നീണ്ട അനിശ്ചിതത്വം 36 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം മധ്യപൂർവ്വദേശത്തേക്ക് കൂടി വ്യാപിച്ചു. ഗൾഫിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കി. നമ്മുടെ നാട്ടിലുള്ള പ്രവാസി മലയാളികൾ പലരും അവിടെ കുടുങ്ങുന്ന സാഹചര്യമുണ്ടായി. ഒരു ഇടവേള വന്നപ്പോൾ നമ്മൾ കരുതിയത് ഇതോടുകൂടി അവസാനിച്ചു എന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഡിബേറ്റിൽ കയറുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് US-ന്റെ പടക്കപ്പലായ എബ്രഹാം ലിങ്കനെ ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അബുദാബിയിലും ചില സ്ഫോടനങ്ങൾ കേട്ടു എന്നുള്ള വിവരം വരുന്നുണ്ട്. വീണ്ടും ശക്തമായി തിരിച്ചടിക്ക് ഇറാന് ശേഷിയുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അവരുടെ IRGS-ന്റെ ചീഫ് കൊല്ലപ്പെട്ടിരിക്കുന്നു. പാക്പോർ, അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോഴും നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഈ രാത്രിയിൽ? നമ്പർ 1. നമ്പർ 2, ഇതിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് സൈലൻസ് ആണോ ഇപ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? അരുൺ, ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് നോക്കാനാണ് എന്നുള്ളതാണ്. കാരണം ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവനെ ഇല്ലാതാക്കി ആ ഭരണ സമിതിയിലെ ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാവരെയും ഇല്ലാതാക്കിയ ആക്രമണമാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയത്. അതിനെ ശക്തമായി തിരിച്ചടിച്ചില്ല എങ്കിൽ ഇറാന് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു വലിയ ചോദ്യമുണ്ട്. കാരണം നമുക്കറിയാം, അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഖമനേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇതുവരെ മുന്നോട്ട് പോയത്. നേരത്തെയുള്ള ഷാ ഭരണകൂടത്തിന്റെ കാലത്തായിരുന്നുവെങ്കിൽ അമേരിക്കയുമായി വിധേയത്വമായിരുന്നു, പാകിസ്ഥാനുമായി വലിയ അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയൊക്കെ തന്നെ അന്ന് വലിയ അടുപ്പം ഇറാനുമായി ഇല്ലാതിരുന്നത്. ഇന്ത്യ എന്നു മുതലാണ് ഇറാനുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്നത്? അത് ഖമനേയി അവിടെ ഉണ്ടായിരുന്ന വിപ്ലവത്തിന് ശേഷം ഖമനേയിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വന്നതിന് ശേഷമാണ്, 79-ന് ശേഷമാണ് ഇന്ത്യ കൂടുതലായി ഇറാനുമായി അടുക്കുന്നത്. അത് പാകിസ്ഥാനെ ശക്തമായി എതിർത്ത ഒരു രാജ്യമെന്ന നിലയിൽ കൂടിയായിരുന്നു ആ ഒരു സഹകരണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നോക്കൂ, ഒരു ആണവ ശക്തിയല്ലാത്ത ഒരു രാജ്യത്തെ ഇതുപോലെ ആക്രമിക്കപ്പെടും എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഭൗമരാഷ്ട്രീയത്തിലൊക്കെ തന്നെ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിന് മറുപടി നൽകിയില്ല എങ്കിൽ അത് ഇറാന് ഇനി ഒരു കാലത്തും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഏതറ്റം വരെയും ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇറാൻ വരികയാണ്. ഈ വിഷയത്തിൽ ഇറാനൊപ്പം ആരൊക്കെ നിൽക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. റഷ്യ, ചൈന, അതുപോലെ തന്നെ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്രത്യക്ഷ സൈനിക നീക്കത്തിലേക്കോ അങ്ങനെയൊരു സൈനിക പിന്തുണയുടെ കാര്യത്തിലോ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇറാനൊപ്പം വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പോലും ശക്തമായി തിരിച്ചടിച്ച് മുന്നോട്ട് പോവുക, അവസാന നിമിഷം വരെ പൊരുതുക എന്നത് തന്നെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇറാൻ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് എബ്രഹാം ലിങ്കൻ, USS അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധ വിമാനവാഹിനി കപ്പലിനെയാണ് ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്നത്. അത് ഗൾഫ് യുദ്ധത്തിന്റെ കാലത്തായിക്കോട്ടെ, ഇറാഖ് യുദ്ധത്തിന്റെ കാലത്തായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിലൊക്കെ തന്നെ പങ്കെടുത്ത അമേരിക്ക അഭിമാനമായി കൊണ്ടു നടക്കുന്ന വലിയ പടക്കപ്പലാണ്. ഒരു വിമാനത്താവളം പോലെ വിശാലമായി കിടക്കുന്ന 10, 50, 60 യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്ന ആണവോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന വലിയ പടക്കപ്പലാണ് ഈ എബ്രഹാം ലിങ്കൻ പടക്കപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ പടക്കപ്പൽ വരെ ആക്രമിക്കുന്ന നീക്കത്തിലേക്ക് ഇറാൻ പോയിരിക്കുകയാണ്. ഇനി മറ്റൊരു പടക്കപ്പൽ കൂടി അവിടെയുണ്ട്, ജെറാൾഡ് ഫോർഡ് പടക്കപ്പൽ. അപ്പോൾ 2 പടക്കപ്പലുകളെ ഈ കടലിൽ കൊണ്ടുവന്ന് ഇറാനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന അമേരിക്കയെ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇറാൻ. അപ്പോൾ ആ നിലയിലേക്ക് ഇറാൻ മാറുകയാണ്. ഇനി ഇന്ത്യയുടെ കാര്യം പരിശോധിച്ചാൽ ഇന്ത്യ സത്യത്തിൽ ഈ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഒരു തന്ത്രപരമായ സമീപനം എങ്ങനെ സ്വീകരിക്കാൻ കഴിയും എന്നതാണ് ഇന്ത്യ പ്രധാനമായും ആലോചിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഷാ ഭരണകൂടത്തിന്റെ കാലത്തൊക്കെ തന്നെ അമേരിക്കയുമായുള്ള ഇറാന്റെ വിധേയത്വം, ഒപ്പം തന്നെ പാകിസ്ഥാനുമായി കാണിച്ച വലിയ അടുപ്പം, അതുകൊണ്ട് തന്നെ 1950-ൽ നെഹ്റുവിന്റെ കാലത്ത് ഇറാനുമായി സഹകരണ കരാറിലൊക്കെ തന്നെ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു പരിധി കടന്നുള്ള അടുപ്പത്തിലേക്ക് ഇന്ത്യക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവിടെ ഇസ്ലാമിക് വിപ്ലവം ഉണ്ടായതിനു ശേഷമാണ് പിന്നീട് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇന്ത്യ ഇറാനുമായി കൂടുതൽ അടുക്കുന്നത്. അത് പാകിസ്ഥാനോട് കൃത്യമായ വിരോധം ഇറാൻ വെച്ചു പുലർത്തിയത് കൊണ്ട് കൂടിയായിരുന്നു. അപ്പോൾ അമേരിക്കയെ എതിർക്കുന്നുണ്ട്, ഒപ്പം തന്നെ പാകിസ്ഥാനുമായി ശക്തമായ വിരോധം ഇറാൻ വെച്ചു പുലർത്തിയ ഒരു സാഹചര്യം ഇന്ത്യക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ചബാഹർ ഈ പോർട്ടിന്റെ കാര്യത്തിലൊക്കെ തന്നെ പാകിസ്ഥാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇന്ത്യ ആ ഒരു അച്ചുതണ്ട് ശക്തമാക്കാനുള്ള നീക്കമൊക്കെ തന്നെ ഇന്ത്യ നടത്തിയത്. ഏതായാലും ആ ഒരു സാഹചര്യം ഇനി മാറുകയാണ്. കാരണം
ഇറാനിലെ പരമോന്നത നേതാവിനെ അമേരിക്ക വധിക്കുന്നു. അതെന്തിനാണ് വധിക്കുന്നത്? ഒരു നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണവായുധം ഉണ്ടാക്കുന്നു, ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ആശങ്കകൾ, ഇസ്രയേലിന്റെ ആശങ്കകൾ. അപ്പോൾ ഈ വിഷയത്തിൽ ആണവ കരാറിൽ ഒപ്പുവെക്കണം എന്ന് ഇറാനുമേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുകയാണ്. ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ്, ചർച്ചകൾ പൂർത്തിയായിട്ടില്ല, അപ്പോൾ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അമേരിക്ക ഇതുപോലെ ഒരു ആക്രമണം നടത്തുകയും ഇസ്രയേൽ ഇതുപോലെ ഒരു ആക്രമണം നടത്തുകയും അവിടുത്തെ പരമോന്നത നേതാവിനെ വധിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കും? നമുക്കറിയാം, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിച്ച് തിരിച്ച് ഇന്ത്യയിൽ എത്തിയതിന്റെ തൊട്ട് പിന്നാലെയാണ് ഇസ്രയേൽ ഇറാന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയ സാഹചര്യം കൂടി ഉണ്ടായത്. അപ്പോൾ എങ്ങനെ ഈ വിഷയത്തെ നേരിടും, എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇറാനെ തള്ളിപ്പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് പോയാൽ ഇന്ത്യയുടെ വ്യാപാര നീക്കത്തിലൊക്കെ തന്നെ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇന്ത്യക്ക് ആവശ്യമായ എണ്ണ വരുന്നത് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഏതാണ്ട് 50-60% ഇന്ത്യയുടെ എണ്ണ വ്യാപാരം കടന്നു പോകുന്നത് ഈ കടലിടുക്ക് വഴിയാണ്. അപ്പോൾ അത് പ്രതിസന്ധിയിലാകും. ഇപ്പോൾ തന്നെ 10% എണ്ണ വില അന്താരാഷ്ട്ര വിപണിയിൽ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ വരാൻ പോകുന്നത് വലിയ സാമ്പത്തിക മാന്ദ്യമാണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഒപ്പം അമേരിക്കയെ തള്ളിക്കളയാൻ പറ്റില്ല, ഇസ്രയേലുമായി ഒരു അകൽച്ച സൂക്ഷിക്കാൻ പറ്റില്ല, ഇറാനെ കൈവിടാനും പറ്റില്ല. അപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ നിമിഷം വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. 2023 നമുക്കറിയാലോ, ആയത്തുള്ള ഖമനേനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും അന്നൊരു ഖുറാനൊക്കെയാണ് അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയത്. ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ്. വാജ്പേയിയുടെ കാലത്തും ഈ അയത്തുള്ള ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അന്ന് ഒരു തെഹ്റാൻ കരാറൊക്കെ തന്നെ, പ്രഖ്യാപനമൊക്കെ തന്നെ നടത്തിയതാണ്. അത്രയ്ക്ക് സൗഹൃദമുള്ള ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തെയാണ് ഒരു നിമിഷം കൊണ്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇല്ലാതാക്കിയത്. തീർച്ചയായും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഇന്ത്യ പ്രതിസന്ധിയിലാണ്. കാരണം ഇനിയിപ്പോൾ ഷായുടെ മകൻ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന, പാകിസ്ഥാനുമായി കൂടുതൽ അടുപ്പം പുലർത്താൻ പോകുന്ന ഒരു ഭരണകൂടമാണ് ഒരുപക്ഷെ ഇനി വരാൻ പോകുന്നതെങ്കിൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കും? ഇന്ത്യയെ സംബന്ധിച്ചത് വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ തന്നെ പാകിസ്ഥാനുമായി അമേരിക്കയ്ക്കുള്ള സൗഹൃദത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂരൊക്കെ തന്നെ നടത്തി. അത് പിന്നീട് നിർത്തിയത് ട്രംപാണെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിന് ശേഷം പിന്നീട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും പാകിസ്ഥാൻ സൈനിക മേധാവിയും ഒക്കെ തന്നെ വിളിച്ചു വരുത്തി ഡൊണാൾഡ് ട്രംപ് വലിയ സ്വീകരണം നൽകുന്നു, വിരുന്ന് നൽകുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു, പാകിസ്ഥാനിൽ വലിയ പദ്ധതികളുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്ന സാഹചര്യമൊക്കെയാണ്. അതിൽ തന്നെ ഇന്ത്യ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അപ്പോഴാണ് ഇറാനിൽ ഇനി വരാൻ പോകുന്ന അമേരിക്ക പറയുന്ന ഈ ഒരു ഭരണമാറ്റം എന്നൊരു സാഹചര്യം കൂടി. ആ അർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു നയതന്ത്ര സമീപനം സ്വീകരിക്കുന്നതിൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് കരുതലോടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്ന ഒരു ആലോചനയായിരിക്കും ഇന്ത്യ നടത്തുക. ഇന്നിപ്പോൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി ചേരുന്നുണ്ട്. ആ സമിതിയിൽ ഒരു നയതന്ത്ര നിലപാടിനെ സംബന്ധിച്ചായിരിക്കില്ല, പകരം ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെ ഇപ്പോഴുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യം, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ആലോചിക്കുക. ഓക്കെ. Meet the editors.